പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ പുണ്യ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി 2ാം തവണയും എന്നെ ഇവിടെ നിർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിൻസി ജെൻറ്റിൻ. ഞാൻ അയർലൻഡിൽ നിന്ന് വരുന്നു. അമ്മയുടെ തിരുനടയിൽ എൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കുവാനും സാക്ഷ്യം പറയുവാനും ജപമാല റാലിയിൽ പങ്കെടുക്കുവാനും വേണ്ടിയാണ് ഞാനിവിടെ ലീവ് ഈ ഒക്ടോബർ മാസത്തിലേക്ക് ചോദിച്ച് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയത്. പരിശുദ്ധ അമ്മ ആദ്യമായി എനിക്ക് തന്നത് ഓൾറെഡി ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരുന്നു, എൻ്റെ OET വിജയവും അത് കഴിഞ്ഞ് അയർലൻഡിൽ ജോലി ലഭിച്ചതൊക്കെ. അതിനുശേഷം ഞാൻ അയർലൻഡിൽ ചെന്നപ്പോൾ എല്ലാ നഴ്സുമാർക്കും അറിയാം, അവിടെ നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അതൊത്തിരി ടഫ് ഏറിയ എക്സാമാണ്. എന്നെ സംബന്ധിച്ചും അതൊരു കീറാമുട്ടി തന്നെയായിരുന്നു എന്ന് പറയാം. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു, എനിക്ക് 3 കുട്ടികളുണ്ട്. അപ്പോൾ എൻ്റെ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളിൽ വെച്ച് അത് നന്നായി അതിനുള്ള പ്രിപ്പറേഷൻ ഒന്നും നടത്തുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി ഇവിടെ പോകുന്നതിന് മുമ്പ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ച് അച്ഛൻ എനിക്ക് കാശുരൂപം തന്നായിരുന്നു വിട്ടിരുന്നത്. അപ്പം എക്സാമിൻ്റെ വേളയിൽ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചും വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ചൊക്കെയാണ് ഞാൻ പോയത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാ സ്റ്റേഷനും ക്ലിയർ ചെയ്ത് അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായിട്ടുള്ള പിൻ നമ്പർ ലഭിക്കുവാനുള്ള കൃപ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. 2ാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അയർലൻഡിലെ ഡ്രൈവിംഗ് ലൈസൻസ്. അത് ഇച്ചിരി കടുപ്പമേറിയതാണ്. അവിടെയും മാതാവ് ഉന്നതമായ വിജയം നൽകി എന്നെ അനുഗ്രഹിച്ചു. അപ്പോഴെല്ലാം ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. എക്സാം അറ്റൻഡ് ചെയ്യുന്ന ലാപ്ടോപ്പിലൊക്കെ ഉപ്പ് വിതറി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, കുശലം വരച്ച് പ്രാർത്ഥിച്ചിരുന്നു. അവിടെയും മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പ്രൈവറ്റ് ഒരു ഓർഗനൈസേഷനിലായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് അവിടെ 3 കുട്ടികളുണ്ട്. അപ്പോൾ നമുക്കവിടെ ജീവിച്ചു പോകാൻ ആ ഒരു സാലറി കൊണ്ട് നമുക്കത് സർവൈവ് ചെയ്യുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിലായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ഒരു ഗവൺമെൻറ് ജോലി നൽകി എന്നെ അനുഗ്രഹിക്കണേന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ അവിടുത്തെ ആപ്ലിക്കേഷൻ ഇങ്ങനെ വേക്കൻസി ഉണ്ടെന്ന് കണ്ടു, അത് അപ്ലൈ ചെയ്തു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കറിയില്ല എങ്ങനെയാണ് അവിടുത്തെ HSC ഇൻ്റർവ്യൂ എങ്ങനെയാണ് നടക്കുക എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്കിഷ്ടമുണ്ടെങ്കിൽ, നിനക്കറിയാം എൻ്റെ അവസ്ഥകൾ, എൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം, എൻ്റെ ഫാമിലിനെ കൊണ്ടുവരണം, മക്കളെ കൊണ്ടുവരണം. അപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സാലറിയും സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് സാധ്യമാകുകയുള്ളൂ. പരിശുദ്ധ അമ്മ തൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂമാരി ചൊരിഞ്ഞുകൊണ്ട് ആ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാക്കി തന്നു. യാതൊരു പ്രിപ്പറേഷനും കൂടാതെയാണ് ഞാൻ അത് ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴാണ് ഞാൻ പള്ളിയിൽ പോയി കുർബാന കൂടി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ അന്ന് കുർബാന ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. അവിടെ ആ ചാപ്പലിൽ അരമണിക്കൂർ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഉപ്പും വിശുദ്ധ തൈലവും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഇതിൽ മാതാവ് എനിക്ക് ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ അതിനുള്ള പേപ്പർ വർക്കുകൾ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവ് സമയത്തിൻ്റെ പൂർണ്ണതയിൽ അതെനിക്ക് പൂർത്തീകരിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പേപ്പർ വർക്കിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഇവിടെ പോലീസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞ പോലെ ഒരു ഗാർഡ വെറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഏതെങ്കിലും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ പാസ്പോർട്ടും ബാക്കിയുള്ള രേഖകളെല്ലാം അറ്റസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിനായിട്ട് പോയപ്പോഴത്തേക്കും ഞാൻ കണ്ട ഓഫീസർ പറഞ്ഞു, ഇത് ഇവിടെ അല്ല, ഓൺലൈനിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് കേട്ട് തിരിച്ചു വന്നു. അപ്പോൾ എനിക്കറിയാം അത് അവിടെയല്ല ചെയ്യേണ്ടത്, അത് അവർ തന്നെ എനിക്ക് അറ്റസ്റ്റ് ചെയ്ത് തിരിച്ചു തരണം. അപ്പോഴും ഞാൻ ഉടമ്പടി അമ്മയുടെ ആയുധങ്ങളായ എല്ലാ കൃപാസന പത്രം എൻ്റെ കയ്യിലുണ്ട്. വിശുദ്ധ തൈലം ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചാണ് പോയത്. ഒപ്പം ഉപ്പും ഞാൻ കയ്യിലെടുത്തിരുന്ന സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ആരും ചവിട്ടാത്തെടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ 2ാമത് തിരിച്ചു കയറി ചെന്നപ്പം ആ ഉദ്യോഗസ്ഥനെ അമ്മ അവിടുന്ന് മാറ്റി പകരം വേറൊരു ഉദ്യോഗസ്ഥനെ അമ്മ അവിടെ എനിക്കായിട്ട് തൻ്റെ ദൂതനെ അയക്കുന്നെന്ന് പറഞ്ഞതുപോലെ എനിക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓഫീസറോട് പറഞ്ഞു. അപ്പോൾ ആ ഓഫീസർ ചിരിച്ചുകൊണ്ട് എനിക്കത് അറ്റസ്റ്റ് ചെയ്ത് തന്നു. ഞാൻ വീണ്ടും തിരിച്ചിറങ്ങി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പാസ്പോർട്ടിൻ്റെ കോപ്പിയിലും കൂടെ ആ സെയിം ഉദ്യോഗസ്ഥൻ തന്നെ അത് അറ്റസ്റ്റ് ചെയ്ത് തരണം എന്നുള്ളത്. അപ്പം 3ാമത് ഞാൻ വീണ്ടും തിരിച്ചു കയറി ഞാൻ ചെന്നു. അപ്പോഴും ആ ഉദ്യോഗസ്ഥൻ തന്നെ, സെയിം ഉദ്യോഗസ്ഥൻ തന്നെ അവിടെ ചിരിച്ചുകൊണ്ട് എന്താണ് കാര്യം വീണ്ടും ചോദിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് അമ്മ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ തൻ്റെ ദൂതനെ അയച്ച് എനിക്ക് വേണ്ടി ക്രമപ്പെടുത്തി തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് കൊടാനുകൂടി നന്ദി പറയുന്നു. ഇനിയുള്ള ബാക്കിയുള്ള പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം തടസ്സങ്ങളൊന്നും കൂടാണ്ട് അത് അമ്മ ക്രമപ്പെടുത്തി തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീടുള്ള ഒരു സാക്ഷ്യം പറയാനുള്ള പെട്ടെന്നൊരു ദിവസം എനിക്ക് അതിശക്തമായൊരു വയറുവേദനയുണ്ടായി. അപ്പോൾ ഞാനോട് ദൈവമേ, എന്താണ് അങ്ങനെ മാറാത്ത, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാറുന്നില്ല. അപ്പോൾ ഞാൻ വിശുദ്ധ തൈലവും ഇതെല്ലാം പുരട്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ നമുക്ക് ഇവിടെ നാട്ടിലെ പോലെയല്ല, ഒരു ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ എനിക്ക് GP ഒന്നും ഞാൻ ചെന്നിട്ട് അധികം നാളായിട്ടില്ല ഡോക്ടറെ കാണണമെങ്കിൽ. അപ്പോൾ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ തൈലവും ഉപ്പും വെള്ളത്തിൽ കലക്കി അങ്ങനെ കുടിച്ചു. അപ്പോൾ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട്, സ്വിച്ചിട്ടെന്ന പറഞ്ഞ പോലെ അതിന് മുമ്പുള്ള സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വേദനയ്ക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാറുണ്ട് എങ്കിലും ആ ഒരു മൊമെൻറ്റിൽ
അപ്രത്യക്ഷമായി. അത് സ്വിച്ചിട്ട് ഓണാക്കി ഓഫാക്കുന്ന പോലെ ആ വേദന പിന്നീട് ഇന്നുവരെ എനിക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടുമില്ല. എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ചെറുതും വലുതുമായ മറ്റനേകം അനവധി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന മേഖലകളിലും ബാക്കി അവരൊക്കെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കതെല്ലാം പറയുവാനും സാധിക്കുകയില്ല. കാരുണ്യപ്രവൃത്തികളായിട്ട് എന്നെക്കൊണ്ടാവുന്ന വിധത്തിലുള്ള എല്ലാ പ്രവൃത്തികളും ഞാൻ ചെയ്യാറുണ്ട്. അവിടെ നമുക്ക് രോഗികളെ പോയി അങ്ങനെ നാട്ടിലേതുപോലെ ചെയ്യാൻ പറ്റില്ല എങ്കിലും കഴിയുന്ന വിധത്തിലെല്ലാം അവിടെ ചെയ്യാറുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ പൊതിച്ചോറുണ്ടാക്കി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയും അവർക്കുള്ള ഫുഡ് കൊടുക്കാറൊക്കെ ചെയ്യാറുണ്ട്. അച്ഛൻ ചോദിക്കാറുണ്ട് വിശേഷവിധിയായി നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന്. അപ്പോൾ രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഈശോയുള്ള അല്ലെങ്കിൽ മാതാവിൻ്റെ ഇഷ്ടത്തെ പ്രതി വിശേഷവിധിയായിട്ട് ഞാൻ എൻ്റെ മുടി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി തൃശ്ശൂരും അമല മെഡിക്കൽ കോളേജിലേക്ക് ഡൊണേറ്റ് ചെയ്തു. പിന്നീട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ എല്ലാ ആഴ്ചകളിൽ തന്നെ കാണാനും സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ ഡെയിലി ബ്ലെസ്സിങ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഒരു മുടക്കവും കൂടാണ്ട് ഇതിൽ യാത്രകളാണെങ്കിൽ പോലും കൂടെ പിന്നീടാണെങ്കിലും അത് കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കുന്ന സമയങ്ങളിൽ നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പം ഡെയിലി ബ്ലെസ്സിങ് ആണെങ്കിൽ അന്നത്തെ പ്രാർത്ഥന ഞാൻ അവിടുത്തെ 1 മണിക്കാണ് ആ പ്രാർത്ഥന, ഇവിടുത്തെ 5:30 അവിടുത്തെ 1 മണിയാണ്. ആ സമയത്ത് തന്നെ നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കൃത്യമായി കാണാറുണ്ട്. അതുപോലെ സാക്ഷ്യങ്ങളൊക്കെ അതാത് കാറ്റഗറി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളനുസരിച്ച് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ അച്ഛൻ പറയാറുണ്ട് ആലപ്പുഴയിലായിരുന്നാലും അയർലൻഡിലായിരുന്നാലും നമ്മൾ ഉടമ്പടി ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടെ വന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഇവിടെ വന്നതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ എവിടെയായിരുന്നാലും ഉടമ്പടി ജീവിക്കുന്നതിലാണ്. അവൻ ചെയ്യുന്നത് പോലെ ചെയ്യുക എന്നാണ് നമ്മുടെ ഉടമ്പടിയിലൂടെ നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ മാക്സിമം വിശ്വസ്തയോടെ തന്നെ ജീവിതാവസാനം വരെ ഉടമ്പടി നിയമങ്ങളെല്ലാം പാലിച്ച് വിശ്വസ്തയോടെ ജീവിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ മാതാവിനോട് അപേക്ഷിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ റിസൾട്ടിൻ്റെ അന്ന് എക്സാമിന് വന്നപ്പോഴാണെങ്കിലും അച്ഛന് അന്നത്തെ ഉടമ്പടി എല്ലാ കാര്യങ്ങളും എനിക്ക് സംഭവിക്കുക എല്ലാ ചൊവ്വാഴ്ചകളിലാണ് കൂടുതലായിട്ടും ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നതും ഓരോ കാര്യങ്ങളും അങ്ങനെയായിരുന്നു. അപ്പോൾ എക്സാമിന് വേണ്ടി അന്ന് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇതുപോലെ ഉടമ്പടി ആരാധന അന്ന് ചൊവ്വാഴ്ച ദിവസമാണ്. അന്ന് ഓൾറെഡി മെയിൽ വന്നത് ഞാൻ കണ്ടു, പക്ഷേ ഞാൻ ഓപ്പൺ ആക്കിയില്ല. അപ്പം ഉടമ്പടി ധ്യാനം കൂടി കഴിയുന്നതിന് ശേഷം മാത്രമേ ഓപ്പൺ ആക്കുകയുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ അന്നത്തെ ആരാധനയിൽ അച്ഛൻ പറഞ്ഞിരുന്നു, ഞാൻ ചിലരെ കണ്ട് ആൾത്താരിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അവരുടെ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ അവരെ മാതാവ് കാത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ചിലരോടൊന്നും പറയാറില്ലെന്ന്. അപ്പോൾ അതിന് മുമ്പ് 2 പ്രാവശ്യം ഞാൻ OET പരീക്ഷ എഴുതാൻ വേണ്ടി വന്നപ്പോഴും അച്ഛനെ കാണാൻ പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം ലഭിച്ചായിരുന്നു. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി എക്സാമിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും അന്നേരം അച്ഛനെ കാണാൻ വേണ്ടിയുള്ള കൃപ ലഭിച്ചു. അന്നേരം ഒന്നും അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു, മാതാവേ എന്നോട് മാത്രം അച്ഛൻ എന്താ പറയാത്തത്, എൻ്റെ ഇല്ലെങ്കിൽ ഞാൻ ഉടമ്പടി പാലിക്കുന്നത് തെറ്റായതുകൊണ്ടാണോ, അല്ലെങ്കിൽ എനിക്ക് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എന്നുള്ളത്. അപ്പോൾ അന്നത്തെ ആരാധനയിൽ അങ്ങനെ കൂടി കഴിഞ്ഞ് അപ്പോഴത്തേനും എനിക്ക് ബോധ്യമായി ഞാൻ എന്തായാലും പരീക്ഷ പാസ്സായി എന്നുള്ളത്. അപ്പോൾ പിന്നീട് ഉടമ്പടി ആ ആരാധന ധ്യാനം കൂടി അന്ന് പിന്നെ റിസൾട്ട് ഓപ്പൺ ആക്കി നോക്കിയപ്പം ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ എക്സാം പൂർണ്ണമായിട്ട് വിജയിക്കാൻ മാതാവിനെ അനുഗ്രഹിച്ചു. എല്ലാ കൃപകൾക്കും നന്ദികൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ ബാക്കി ഉടമ്പടി നിബന്ധനകളെല്ലാം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം ചെയ്യാറുണ്ട്. അതുപോലെ അതിനുമുള്ള വിശുദ്ധ ബലി ഞാൻ പ്രാർത്ഥിച്ചാറുണ്ടായിരുന്നു, മാതാവേ ഞാൻ എവിടെ പോയാലും എനിക്ക് നടന്നു പോകാനുള്ള ദൂരത്തിൽ പള്ളി തന്നെ എന്നെ അനുഗ്രഹിക്കണമെന്ന്. അപ്പോൾ ഞാനൊരു കമ്മ്യൂണിറ്റി നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ലൊക്കേഷൻസ് ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എവിടെയൊക്കെ ഇതുവരെ പോയിട്ടുണ്ടോ അവിടെയെല്ലാം എനിക്ക് നടന്നു പോകാനുള്ള ദൂരത്തിൽ പരിശുദ്ധ അമ്മ എനിക്കൊരു പള്ളി ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകാനുള്ള ഭാഗ്യം ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ എനിക്കത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വെച്ചാൽ 5 കിലോമീറ്റർ ദൂരമുണ്ട്, പിന്നെ കുട്ടികളും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഡെയിലി പള്ളിയിൽ പോകാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള അനുദിനം പങ്കെടുക്കാനുള്ള വലിയൊരു കൃപ നൽകി. ഇവൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണെങ്കിൽ ഞാൻ 10 മണിക്കത്തെ കുർബാന പോകും. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറയാറുണ്ട് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ മാതാവിനെ അവിടുത്തെ രുചിച്ചറിഞ്ഞവർക്ക് അത് എത്രത്തോളം അമൂല്യമാണ് എന്നുള്ളത് അറിയാം. അപ്പോൾ അങ്ങനെ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി മാതാവിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള, നേരത്തെ ആയിരുന്നെങ്കിലും ഞാനൊരു മരിയൻ ഭക്തിയായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നീ മാതാവിൻ്റെ ആളാണ്. അപ്പോൾ അതുപോലെ അവിടുത്തെ അരിഷുകാർക്കൊക്കെ ആണെങ്കിലും ഞാൻ പേപ്പറുകൾ കൊടുക്കും. അതുപോലെ ബാക്കി അപ്പോൾ അവർക്കൊക്കെയും വലിയ കാര്യമാണ് മദർ മേരി എന്ന് പറയുമ്പം. അവർ കുറേ പേരൊക്കെ ഒത്തിരി സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ അവരത് സ്വീകരിക്കാറുണ്ട്. ചുരുക്കം ചിലരൊക്കെ ഇതാക്കാറുണ്ട്. അതുപോലെ ആരെങ്കിലുമൊക്കെ വെക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ ചോദിക്കുന്നത് കൃപാസനം 10
പത്രം എനിക്ക് കൊണ്ടുതരാമോ എന്നുള്ളതാണ്. അപ്പോൾ എപ്പോൾ ഉടുമ്പടി വന്ന് പുതുക്കുമ്പോഴും ഞാൻ അഡീഷണലായിട്ട് 3 കെട്ടും 4 കെട്ടുമൊക്കെ ഞാൻ പേപ്പർ കൃപാസന പത്രം കൊണ്ട് വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ വേറെ നാഷണാലിറ്റിക്കാർക്കല്ലേ ഫിലിപ്പീൻസുകാർക്കും ഒക്കെ കൊടുക്കാറും പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇനിയും അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. പ്രിൻസിക്ക് വേണ്ടി ഈശോയുടെ വലിയ ഒരു വാഗ്ദാനമാണത്. നീ ഇഷ്ടമുള്ളതെല്ലാം ചോദിച്ചു കൊള്ളുക, എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ നിനക്കെല്ലാം നൽകും. അതിനുള്ള ഒരു ആസ്തി ഇന്ന് പ്രിൻസി നേടിയിരിക്കുകയാണ്. ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്, നിങ്ങളുടെ ആസ്തി എത്ര വലുതാണോ അത്രമാത്രം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വീണ്ടും വീണ്ടും ഈശോ തന്നുകൊണ്ടിരിക്കും, ഇട്ടുകൊണ്ടിരിക്കും എന്നുള്ളത്. പ്രിൻസി അതിനുവേണ്ടി വലിയ ഒരു സ്റ്റെപ്പ് തന്നെ എടുത്തിരിക്കുകയാണ്. എനിക്കൊരിക്കലും ദിവ്യബലി മുടങ്ങാതെ ഈശോയെ എന്നും സ്വീകരിക്കാനുള്ള ഒരു കൃപ തരണമേ എന്നുള്ളൊരു വലിയ പ്രാർത്ഥന ഈശോ നൽകിയിരിക്കുന്നു, സാധിച്ചു കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്കെപ്പോഴും ഒരുപാട് ജപമാല സമർപ്പിക്കുവാനുള്ള ഒരു വലിയ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ തൻ്റെ ആധ്യാത്മികമായ എല്ലാ കാര്യങ്ങളിലും എൻ്റെ എല്ലാ സാധ്യതകളും തനിക്ക് ലഭിച്ചിട്ടുള്ള വലിയ കൃപകളും അഭിഷേകവുമായിട്ടാണ് ഇന്ന് ഈ മകൾ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമുള്ള സ്ഥലങ്ങളിലേക്കാണ് എപ്പോഴും എന്നെ ഡ്യൂട്ടി അപ്പോയിൻറ്റഡ് ആയിട്ട് ലഭിക്കുന്നത്. അവിടെയെല്ലാം എനിക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു മഹാഭാഗ്യമായി ഇന്ന് പ്രിൻസി അതിനെ കാണുകയാണ്. താൻ വളരെയധികം വിഷമിച്ച് അല്ലെങ്കിൽ വളരെയധികം സങ്കടത്തോടെ എനിക്ക് പഠിക്കാൻ സമയമില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കൊന്ന് ഒരു HSC പരീക്ഷയ്ക്ക് അയർലൻഡ് ഇൻ്റർവ്യൂവിന് റെഡിയാകാനുള്ള ഒരു ഹോസ്പിറ്റൽ എക്സാമാണ്, അതിന് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളൊരു സമയമില്ലല്ലോ എന്ന് ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മാത്രം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചു കൊണ്ടുപോയി എഴുതിയ പരീക്ഷയിൽ ഒരു ഉന്നത വിജയം ഈ മകൾക്ക് ലഭിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ മകൾ പറയുകയുണ്ടായി, എനിക്ക് വളരെ ശക്തമായൊരു വയറുവേദന വന്നപ്പോൾ സ്വിച്ചിട്ടതുപോലെ ഓഫായി പോയ വയറുവേദന നേർച്ച വസ്തുക്കളിലൂടെയാണ് എനിക്ക് സാധ്യമായതെന്ന്. പരിശുദ്ധ അമ്മയോട് നാം എപ്പോഴെല്ലാം വിളിക്കുന്നു, പരിശുദ്ധ അമ്മ വിളിപ്പുറത്ത് നമ്മോട് കൂടെ സഞ്ചരിക്കുന്നുകൊണ്ട് നമ്മുടെ എല്ലാ അസ്വസ്ഥതകളിലും ഈശോയെ നമുക്ക് പരിശുദ്ധ അമ്മ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ നൽകുന്നത് സൗഖ്യവും സൗഭാഗ്യവും സന്തോഷവും സമാധാനം. പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്ക് ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രിൻസി പറയുന്നത്, ഞാൻ അവൻ പറയുന്നത് പോലെ ചെയ്യുന്നു. അവൻ പറയുന്നത് പോലെ നാം എപ്പോഴെല്ലാം ചെയ്യാൻ പരിശ്രമിക്കുന്നുവോ പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയാണത്. അവൻ പറയുന്നത് പോലെ നാം ചെയ്യുമ്പോഴുള്ള നമ്മുടെ ആ വിശ്വാസവും വിശ്വസ്തതയും നമുക്കെപ്പോഴും മാറ്റം വെച്ച് നോക്കിക്കൊണ്ട് നമുക്കെപ്പോഴും മുന്നേറുവാനായിട്ട് പരിശ്രമിക്കാൻ പ്രിൻസി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷവും വളരെ ആഗ്രഹിക്കുന്നതുമായ കൊതിക്കുന്നതുമായൊരു കാര്യമാണ് നാം ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ജോസഫ് അച്ഛൻ്റെ ഒരു കൈവെപ്പ് ശുശ്രൂഷ നമുക്ക് ലഭിക്കണമെന്ന് പലരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കറിയാം, അച്ഛൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് സത്യമായിട്ട് നമുക്കത് പ്രാപിച്ചു കിട്ടും എന്നുള്ളൊരു വലിയ ഉറപ്പുണ്ട്. പ്രിൻസിക്ക് അതൊരു വലിയ സൗഭാഗ്യമായി കാണും. നമുക്കെല്ലാവർക്കും അറിയാം, ജോസഫ് അച്ഛൻ്റെ ഒരു കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ചാൽ നമുക്ക് ജോസഫ് അച്ഛൻ വളരെ ത്യാഗം ചെയ്തിട്ടാണ് എല്ലാ ദിവസവും ദിവ്യബലി കഴിയുമ്പോൾ ഓടിച്ചെന്ന് നമ്മുടെ നേർച്ച വസ്തുക്കളെല്ലാം, പത്രങ്ങളും നേർച്ച വസ്തുക്കളും എല്ലാം തന്നെ നമുക്ക് വെഞ്ചരിച്ച് നൽകുന്നത്. അതുകൊണ്ടാണ് ഈ പത്രം പോലും വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ട്രോളുകൾ ഇറക്കുന്നവർ തന്നെ ഇവിടെ വന്ന് വീണ്ടും സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പ്രിൻസിയുടെ അയർലൻഡിലെ ജീവിതം ഈശോ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വളരെ സുഗമമാക്കി കൊടുത്തതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.